ഇത് നമ്മൾ പറയാൻ പഠിക്കേണ്ടതില്ല. അങ്ങനെ തോന്നുന്നതിൽ കുഴപ്പമല്ല, പക്ഷെ അറിവില്ലാതെ തോന്നുന്നതാണ്. എന്താണ് മാല? എന്താണ് മാലയെ പരാമർശം? എങ്ങനെയാണ് ഈ മാലയുടെ പോക്ക്? ഇത് ശരിക്കും വിലയിരുത്താതെ വരുമ്പോൾ അങ്ങനെ തോന്നുന്നതിൽ അത്ഭുതമില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ കാര്യം ആലോചിക്കേണ്ടതും അറിയേണ്ടതും മുഹ്യിദ്ദീൻ മാലയുടെ ആളുകൾ തന്നെയാണ്. വിമർശകർ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും നേരെയാവില്ല. അവർക്ക് അവരുടേതായ ഒരു ഭാഷയുണ്ട്, അവർക്ക് അവരുടേതായ സങ്കല്പമുണ്ട്. അവരുടേതായ നേതാക്കൾ എന്ത് ഓതിക്കൊടുക്കുന്നുവോ അതങ്ങനെ തന്നെ ഉദ്ധരിക്കുക എന്ന ഒരു രീതിയുമുണ്ട്. ഈ രീതിയിൽ പോകുന്നവരെ നമുക്ക് പാട്ടിന് വിടാം, വെറുതെ വിടാം. അള്ളാഹുവും അവരെ പാട്ടിന് വിട്ടിട്ടുണ്ട്. നുവല്ലിഹി മാത്തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ എന്ന് സത്യവിശ്വാസികളുടെ പരമ്പരാഗതമായ മാർഗമല്ലാതെ പിൻപറ്റി കടന്നുപോകുന്ന പുത്തൻവാദികളെ അള്ളാഹു തആല താക്കീത് ചെയ്തിട്ടുണ്ട്. നാം അവനെ അവന്റെ പാട്ടിന് വിടും, നാം അവനെ നരകത്തിൽ ജഹന്നമിൽ കൊണ്ടെത്തിക്കും, ചേർക്കും. വളരെ മോശപ്പെട്ട സങ്കേതമാണ് നരകം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു തആല അവരെ നരകത്തിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞത് അത് അള്ളാഹുവിനെ പറയാൻ കഴിയൂ. നരകത്തിൽ നാം പ്രവേശിപ്പിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ആ ഭാഗം നമുക്ക് വിടാം, അവരെ പാട്ടിന് വിടാം. നമ്മളൊന്ന് മനസ്സിലാക്കണം. മുഹ്യിദ്ദീൻ മാലനെ സാധാരണക്കാർ ഇതൊക്കെ നല്ല കർമ്മങ്ങളായി നല്ല ആചാരങ്ങളായി നടത്തി വരുന്നതാണ്. ശൈഖ് തങ്ങൾ അവരുടെ സ്ഥാനമാനങ്ങൾ വിവരിക്കുന്നത്, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ വാഴ്ത്തുന്നത്, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ വഫാത്തായ ദിനങ്ങളിലോ മാസങ്ങളിലോ അവരുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസങ്ങളിലോ ദിനങ്ങളിലോ അവരെ പ്രത്യേകം അനുസ്മരിക്കുന്നത്, ഇതൊക്കെ നല്ല ആചാരമായി നല്ല മുറകളായി സുജനമര്യാദകളെങ്കിലുമായി സമൂഹത്തിൽ നിലനിന്നു വരുന്നതാണ്. ഈ നിലനിന്നു വരുന്ന രീതി അതങ്ങനെ തന്നെ നിലനിൽക്കുവാൻ സാധാരണക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ സാധാരണക്കാർക്കിടയിലും വസ്വാസം ഉണ്ടാക്കുന്നവർ ഒരു ലേശം ഓതാൻ പോയല്ല, ഒരു ലേശം ഓതാൻ പോയി ഒന്നിട്ട് കിട്ടിയതുമില്ല എന്ന അവരാണ് ഈ പിത്തന മുഴുവൻ ഭരിച്ചിരുന്ന ആളുകൾ. അവരാണ് ഇപ്പോൾ വഹാബിസത്തിലേക്ക് കൂട്ടത്തോടെ പോകുന്നവർ. ഈ കോട്ടത്തോടെ മുജാഹിദായി എന്ന് പറയുന്നത് നിങ്ങൾ ഇതൊക്കെ ഒന്നും എൽമ് കിട്ടാത്ത കൂട്ടരാണ്. ബിരുദം കിട്ടിയിരിക്കുക, എവിടുന്നെങ്കിലും ബിരുദം കിട്ടിയെന്ന് പറഞ്ഞാൽ ആ കടലാസിന് സ്ഥാനമൊന്നുമില്ല. ബിരുദം കിട്ടുന്ന കടലാസിലേറെ ഇൽമ് കിട്ടണം. ഇൽമ് കിട്ടാത്ത ആളുകൾ കൂട്ടത്തോടെ വഹാബിസത്തിലേക്ക് ഇക്കാലത്ത് പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അള്ളാഹു അവർക്കൊക്കെ ഹിദായത്ത് നൽകുമാറാവട്ടെ, നമുക്കും അള്ളാഹു തആല ഹിദായത്ത് നൽകുമാറാവട്ടെ. കൂട്ടത്തോടെ പോകുന്നവരെ നമുക്ക് വിടാം. പക്ഷെ അത്തരം ആളുകളുടെ വസ്വാസിൽ കുടുങ്ങിയിട്ട് ഒരു ലേശൊക്കെ ഓവർ, ലേശൊക്കെ കടുപ്പം, ലേശൊക്കെ കൂടുതൽ, ലേശൊക്കെ അതിര് കവിയൽ നമ്മളെടുത്തുണ്ട് എന്ന് എൻ്റെ പ്രിയപ്പെട്ട മുത്താലിംകൾക്കും മുഅല്ലിംകൾക്കും തോന്നിപ്പോകരുത്. തോന്നിപ്പോകുന്നുണ്ടെങ്കിൽ അവരത് പഠിക്കാത്തത് കൊണ്ടാണ്. ഇതുദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഈ വിഷയാവതരണം ഈ വിഷയവുമായി തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. മുഹ്യിദ്ദീൻ മാലയെ നമ്മൾ മാലയിലൂടെ തന്നെ ഒന്ന് പഠിക്കാൻ നോക്കി. എന്നാൽ എന്താണ് മാല? ഏത് നിലക്കാണ് അതിനെ വിമർശിക്കുക? എന്തർത്ഥത്തിലാണത് വിമർശനത്തിന് വിഷയമാവുക എന്നൊക്കെ നമുക്ക് ഊഹിക്കാൻ കഴിയും. മുഹ്യിദ്ദീൻ മാലയുടെ കർത്താവ് തന്നെ അതിൻ്റെ അവസാനത്തിൽ ആ മാലയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെതായ രൂപം പ്രത്യേകം പറയുന്നുണ്ട്. തലയെല്ലാം കോത്തഞ്ഞാൻ തൊത്തുള്ള പൊൻ പോലെ, തടിയെല്ലാം പൊൻ പോലെ പിരിത്തന്നറിവീരെ, ഇതിൽ വലിയ വിശേളം പലതുണ്ട്, അറിവില്ല ലോകരെ പൊയ്യെന്നു ചൊല്ലാതെ, അധികം അറിവാൻ കോതിയുള്ള ലോകരെ അറിവാക്കന്മാരോട് ചോദിച്ചു കൊൾവീരെ. മാലക്കാരൻ്റെ ഈ ഉപദേശം ശ്രദ്ധിക്കാത്ത മനുഷ്യൻ, അയാൾക്ക് കിട്ടുന്ന മലയാള ഭാഷ പോലും തിരിയാത്ത, മാപ്പിള ഭാഷ പോലും അറിയാത്ത ഒരു മനുഷ്യൻ, മാപ്പിള ഭാഷയും മലയാള ഭാഷയും തമിഴ് ഭാഷയും പേർഷ്യൻ ഭാഷയും അറബ് ഭാഷയും ഒന്നിച്ച് സമ്മിശ്രമായി ക്രോഡീകരിക്കപ്പെട്ട ഒരു മാലയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ മട്ടം പറയുന്നത് കടുത്ത അക്രമമല്ലേ? അദ്ദേഹം ഈ മാലയെ കോർത്തത്, അദ്ദേഹം പറയുന്നത് തലയെല്ലാം കോത്തഞ്ഞാൻ തൊത്തുള്ള പൊൻ പോലെ, തടിയെല്ലാം പൊൻ പോലെ പിരിത്തന്നറിവീരേ. വലിയ സംഭവത്തിന്റെ തല, വലിയ സംഭവത്തിന്റെ തല മാത്രമാണ് ഞാനിവിടെ കോർത്തിട്ടുള്ളത്. നല്ല പൊന്നുപോലെ കല്ല് വെച്ചിട്ട്, ഇടയ്ക്കിടയ്ക്ക് നല്ല മുത്തുപോലെ കല്ല് വെച്ചിട്ട് കോർത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഉടലെല്ലാം നല്ല പൊന്നുപോലെ തന്നെ പിരിച്ചും വെച്ചിട്ടുണ്ട്. അപ്പൊ പിരിച്ചും കല്ല് വെച്ചും കോർത്തിരിക്കുന്ന ഈ മാല, ഇതിൽ വലിയ വിശേളം പലതുണ്ട്,
അറിവില്ല ലോകരെ പൊയ്യെന്നു ചൊല്ലാതെ. ഇതിൻ്റെ അകത്ത് ഒരുപാട് വിശേഷമുണ്ട്. ഇതറിയാത്ത ലോകരെ ഇത് വെറുതെ കള്ളമെന്ന് പറയല്ല. അറിയാത്ത ലോകര് വെറുതെ കള്ളമെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അറിവില്ലായ്മക്ക് ചികിത്സ ഇന്നമാ ശിഫാഉൽ ഐ അസ്സുആൽ. വിവരക്കേടിന്റെ ചികിത്സ, വിവരം കെട്ടവന്റെ ചികിത്സ വിവരമുള്ളവരോട് ചോദിച്ചു പഠിക്കുകയാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് തന്നെ മാലക്കാരനും പറയുന്നു. അധികം അറിവാൻ കോതിയുള്ള ലോകരെ അറിവാക്കന്മാരോട് ചോദിച്ചു കൊൾവീരേ. അറിവാക്കന്മാരോട് ചോദിക്കണം, അറിവാൻ കൊതിയുള്ളവരെ. അറിവാക്കന്മാരോട് ചോദിക്കാതെ നിങ്ങൾ ഇത് പൊയ്യാണ്, കളവാണ്, തെറ്റാണ് എന്ന് പറയില്ല. ഇങ്ങനെ 400 കൊല്ലം മുൻപ് പറഞ്ഞു പോയിട്ടുള്ള ഒരു മഹാവീരനായ, നിസ്വാർത്ഥനായ, ഒരു ഉഹ്റവിയായ ഒരു വലിയ മഹാപണ്ഡിതൻ. ആ പണ്ഡിതൻ തന്റെ മാലയെ മുത്തുപോലെ കോർത്തു തന്നിട്ട്, പവിഴം പോലെ കോർത്തു തന്നിട്ട്, അദ്ദേഹം അത് കോർത്ത രീതിയും പുറകെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ മാലയെ പണ്ഡിതന്മാരോട് ചോദിക്കാതെ പഠിക്കാതെ ആരെങ്കിലും വിമർശിക്കുന്നെങ്കിൽ, പൊയ്യെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ നാശവും അവരനുഭവിക്കുക തന്നെ ചെയ്യും. അവരനുഭവിക്കട്ടെ. തയ്യാറുള്ള സദ്ബുദ്ധികൾ, നിസ്വാർത്ഥർ, നിഷ്പക്ഷർ ഇത് ചോദിക്കണം, അറിയണം. ഇതിനൊരു ചെറിയ വെളിച്ചം നൽകുക, പ്രചോദനം നൽകുക, അതിലേക്ക് വഴിവെക്കുക എന്നു മാത്രമാണ് നമ്മുടെ ഈ വിവരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ ഉരീദ് ഇല്ലൽ ഇസ്ലാഹ് മസ്തതഅത് വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അള്ളാഹു നമ്മുടെ ഉദ്ദേശം സാർത്ഥകമായി പൂർത്തിയാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റുമാറാവട്ടെ. ഇത്തരം മാലകൾ വിലയിരുത്തുമ്പോൾ പൊയ്യെന്ന് ചൊല്ല, കളവെന്ന് ചൊല്ല, അത് അന്നത്തെ ഭാഷയാണ്. 400 കൊല്ലം മുമ്പത്തെ ഭാഷ. 100 കൊല്ലം മുമ്പത്തെ ഒരു മലയാള പത്രത്തിലെ അന്നത്തെ മലയാള ഭാഷ നമ്മളിപ്പോൾ വായിക്കുമ്പോൾ ചിരിച്ചു പോകും. ആ ഭാഷ ഇന്നത്തെ ഭാഷയും തമ്മിലുള്ള വ്യത്യാസം ഓർത്തിട്ട് 400 കൊല്ലം മുമ്പത്തെ ഒരു പാട്ട് പാടുമ്പോൾ അത്ര തന്നെയൊന്നും നമ്മൾ ചിരിക്കേണ്ടി വരുന്നില്ല. സാഹിത്യകാരന്മാർ വരെ ഇത് സാഹിത്യ വിഷയമായി തിരഞ്ഞെടുക്കുകയാണ്. യുക്തിവാദികളും മതനിരേക്ഷേദികളും വരെ ഇത് പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുകയാണ്. അപ്പൊ സാഹിത്യ നിരൂപണത്തിന് വിധേയമാക്കുന്ന വിധം നിത്യ സൗരഭ്യത്തോടുകൂടെ തിളങ്ങി നിൽക്കുന്ന ഒരു സാഹിത്യ സൃഷ്ടി എന്ന നിലയ്ക്കെങ്കിലും അതിനെ വിലയിരുത്താൻ കൂട്ടാക്കാത്ത മനസ്സുകൾ എത്ര കെട്ട മനസ്സുകളാണ്. അത്തരം മനസ്സുകളല്ലേ കുബുദ്ധികൾ, കുരുട്ട് മനസ്സുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടേണ്ടത്. അത്തരം കുരുട്ട് മനസ്സുകളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ശുദ്ധ മനസ്കരായ ആളുകൾ ഇത് അറിയാനും പഠിക്കാനും പ്രചോദനമുണ്ടാകണം. അതിന് പ്രചോദനം നൽകും മുൻപ് ആദ്യമായി അവർ മനസ്സിലാക്കേണ്ടത്, നാം ഒക്കെ മനസ്സിലാക്കേണ്ടത്, ഒരു രചനയെ സംബന്ധിച്ച് വിമർശിക്കുമ്പോൾ ഇതാരുടെ രചനയാണ് എന്ന് ആദ്യം ശ്രദ്ധിക്കണം. ഇതാരുണ്ടാക്കിയത്, ആരുണ്ടാക്കിയതെന്ന് ശ്രദ്ധിക്കുമ്പോഴേ അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് പോവുകയുള്ളൂ. അതിലറിയാൻ പാടില്ലാത്തവയുടെ ആഴങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് കടന്നു പോകും. മുഹയ്യിദ്ദീൻ മാലയെ ഉണ്ടാക്കിയത് ആരാണ്, എങ്ങനെയാണ്? മുഹയ്യിദ്ദീൻ മാല തന്നെ അതൊക്കെ വിവരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആാനങ്ങൾ നോക്കിയാൽ ഖുർആനെ പറ്റിയുള്ള സംശയങ്ങളൊക്കെ ഖുർആൻ തന്നെ തീർത്തു തരുന്നുണ്ട് എന്ന് പറയും. എന്ന് വെച്ചാൽ എല്ലാവർക്കും എന്നല്ല, നമ്മൾ ഖുർആൻ പണ്ഡിതന്മാർക്കല്ല ഈ തീർക്കുന്നത്, പണ്ഡിതന്മാർക്ക്, മുജ്തഹിദുകൾക്കും ഇമാമുകൾക്കും ഗവേഷണയോഗ്യരായ പണ്ഡിതന്മാർക്കും വിശുദ്ധ ഖുർആനിൻ്റെ അകത്ത് എല്ലാ സംശയത്തിനും തീർപ്പുണ്ട്. എന്ന പോലെ മുസ്ലിയരുണ്ടാക്കിയതും പണ്ഡിതരുണ്ടാക്കിയതുമായ മാലയിലുണ്ട് അത്യാവശ്യം നോക്കിയാൽ നമ്മളെ സംശയങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ മറുപടി. അദ്ദേഹം തന്നെ ഇതിനൊക്കെ പഴുത് വെച്ചിട്ട് ശരിക്കാ പഴുത് അടച്ചിട്ട് ക്ലിയറായ രീതിയിലാണ് പോയത്. ഞാനിത് വെറുതെ ഉണ്ടാക്കിയതല്ല, ആരാണിത് ഉണ്ടാക്കിയത് എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്കൊരു ചെറിയ അവബോധം വേണം. കണ്ടന്നറിവാളൻ കാട്ടിത്തരും പോലെ ഖാളി മുഹമ്മദാദെന്നു പേരുള്ളോവർ, കോഴിക്കോട് അത്തൂറ തന്നിൽ പിറന്നോവർ, കോർവായിതൊക്കെയും നോക്കിയെടുത്തോവർ. ഇത് കണ്ടന്നറിവാളൻ കാട്ടിത്തരും പോലെ, അറിവാളന്മാരും കണ്ടവരും കാട്ടിത്തന്ന പോലെ ഖാളി മുഹമ്മദ് എന്ന് പേരുള്ളവരാണ് ഉണ്ടാക്കിയത്. ഞാൻ കോഴിക്കോട് അത്തൂറ തന്നിൽ പിറന്നോവർ, കോർവ ഇതൊക്കെയും നന്ന നോക്കിയെടുത്തോവർ.